ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വന്നേക്കണ നമ്മളെ മഴവിലിനെ പരിചയപ്പെടുത്താൻ വന്നേക്കാണ്. യാർഡിലാണ് വന്നേക്കണ. നമ്മള് മഴവിലിനെ പരിചയപ്പെടുത്തണ ആരാണ്? ഞാൻ തന്നെ. നമ്മളെ അച്ചുവാണ് നമ്മളെ മഴവിലിനെ പരിചയപ്പെടുത്താൻ പോണത്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം, പരിചയപ്പെട്ടിട്ട് വരാം. വാ, സെറ്റല്ലേ? വാ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ നിക്കണേ നമ്മളെ മഴവിലിന്റെ ഫ്രണ്ടിലാണ്. മഴവിൽ പേര് പോലെ തന്നെ ആള് ഒരു കിടിലുമാണ്. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഫാൻ ബേസ് ഉള്ള വണ്ടിയാണിത്. എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്പലത്തിലെ DJ ഒക്കെ ഓട്ടത്തിന് വിളിക്കുന്ന ഈ വണ്ടിയാണ്. പക്ഷെ ഇതുവരെ ഇത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര കെയർ ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ്. വണ്ടിയിൽ കുറെ അക്സസറീസും വർക്ക്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള ഈ വണ്ടിയിലാണ്. ആണ്ടേ കണ്ടാൽ തന്നെ അറിയാം, ഒരു വൈറ്റിലും പിങ്കും ഷെയ്ഡ് പറഞ്ഞ ഒരു രീതിയിലാണ് ഇത് ചെയ്തേക്കണത്. അണ്ട് എംബ്ലം എല്ലാം മാറ്റിയിട്ടുണ്ട്. ബെൻസിന്റെ എംബ്ലമാണ് ഇതിൽ കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ലൈറ്റും വർക്ക് കുറെ ചെയ്തിട്ടുണ്ട്. കണ്ട ഗ്രില്ലിലെല്ലാം ലൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ലൈറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇൻസ്റ്റ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്നേഹദോ ടിമ്പേഴ്സ് ഒഫീഷ്യല്. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ മെയിലും കാര്യങ്ങളാണെങ്കിൽ എൻ്റെയും ചേട്ടൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്, നവനീതും വിനായകും. പിന്നെ ആണെങ്കിൽ കുറെ ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇത് പത്തനാപുരം ശ്രീകൃഷ്ണൻ സ്വാമി ക്ഷേത്രം, അത് നമ്മളെ വീട്ടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു അമ്പലമാണ്. പിന്നെ വേങ്ങമല അമ്മ, അത് വെഞ്ഞാറമൂടുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെയാണെങ്കിൽ കടുവയിൽ തങ്ങൾ, ഇതറിയാൻ കല്ലമ്പലത്തെ ഒരു പള്ളിയാണ്. പിന്നെ ലൈറ്റും വർക്ക്സ് എല്ലാം കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി എയർ ഓണും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് പിന്നെ കാണിച്ചു തരാം. പിന്നെയാണെങ്കിൽ ഈ ഗ്രില്ലെല്ലാം ബ്ലാക്ക് ആയി നമ്മൾ വൈറ്റ് ആക്കി. പിന്നെ മേലാ ടോപ്പ് കണ്ട നമ്മളെ എൻ്റെ ചേട്ടൻ്റെ പേര് എഴുതിയേക്കണം, അത് ബ്ലാക്ക് ആയിരുന്നു, അതും വൈറ്റ് ആക്കി. പിന്നെ ഈ സൈഡ് മിററെല്ലാം പിങ്ക് ആയി. ഞാൻ പറഞ്ഞ് ഇത് വൈറ്റും പിങ്കും കൂടെ കോമ്പിനേഷൻ ചെയ്ത് പറഞ്ഞ ആ ഒരു തീമാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണം. പിന്നെ സൈഡ് ഗ്രാഫിക്സിൻ്റെ നമുക്ക് അത് കാണിച്ചു തരാം. വാ. അപ്പം ഗ്രാഫിക്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഇത് വെറൈറ്റി. നിങ്ങൾ മുമ്പ് കണ്ടു കാണാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ തടി വണ്ടിയിൽ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ആരൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ ആരും ചെയ്തിട്ടില്ല. നമ്മളിത് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്രാഫിക്സ് ചെയ്യാൻ ആലോചിക്കുമ്പം ഇതുപോലെ ഫുള്ള് കവറായി നിൽക്കണം. ഒരു സൈഡ് പോലെ വിട്ടു പോകാതെ ഫുള്ള് കവറായി നിന്ന രീതി ചെയ്യാനാണ് ആലോചിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഐഡിയയും കിട്ടിയ ഒരു ഡിസൈനും നമ്മൾ ചെയ്യാൻ പോയ ആ ചേട്ടൻ അയച്ചത് ഗ്രാഫിക്സ് ഇടയിൽ. അങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരാൾ പോലും ഇതുവരെ ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വണ്ടി. എന്ന് പറയുമ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. കണ്ടാൽ തന്നെ അറിയാം. കണ്ട ഇവിടെ ഇതെല്ലാം നമ്മളെ ഡ്രൈവറാണ് ചെയ്തത്, തിരുവനന്തപുരം അങ്ങനെയെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ടോപ്പിക് കണ്ട സ്നേഹദോ ടിമ്പേഴ്സ് ആൻഡ് എർത്ത് മൂവേഴ്സ്. പിന്നെ നമ്മളെ കോൺടാക്ട് നമ്പറും എല്ലാം ഉണ്ട് അവിടെ. പിന്നെ അതാണ് നമ്മളെ എംബ്ലം SD. പിന്നെ ഇതുപോലെ കണ്ട കരിമ്പടോല ഇട്ട് വണ്ടി ഒരു കിടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ട ഇത് വീൽ കപ്പാണ്. ഇത് രണ്ടാമതാണ് ഇട്ട്, ആദ്യം ഇട്ടത് ഒടിഞ്ഞു പോയി. അങ്ങനെ ഇപ്പം മേടിച്ചിട്ടതേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, വണ്ടി കിടിലാണ്. കണ്ട കൂളിംഗ് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. സൈഡ് മിററിലാണെങ്കിൽ കണ്ട പുഷ്പേരൊരു ഇതെല്ലാം കൊണ്ട് ഒരു കോടാലിയുടെ ഡിസൈൻ. ഇതെല്ലാം നമ്മളെ ഡ്രൈവറാണ്. ഡ്രൈവറുടെ പേര് എന്ന് പറഞ്ഞാൽ ഷെഫീർ അമ്മൻ. ആ മാമൻ കിട്ടിയില്ലാണ്. ആ മാമൻ കാരണമാണ് ഈ വണ്ടി ഇത്രയും വൃത്തിയായിരിക്കുന്നത്. വണ്ടിയുടെ നല്ലൊരു സൂക്ഷിക്കുന്ന ഒരു മാമനാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ജോലിക്കാരനോടെയാണ് ഷെഫീർ അമ്മൻ. ഇപ്പോൾ ഉടനെ എത്തും. ബാക്കി വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും വണ്ടിയുടെ ഉള്ളിലുള്ള കാഴ്ചകളെല്ലാം മാമൻ്റെ കൂടെ ചോദിക്കുക. അതുവരെ നമുക്ക് അകത്തെ കാഴ്ചകൾ നോക്കാം. വാ. ഹലോ സുഹൃത്തുക്കളെ, അപ്പം ഇതാണ് നമ്മൾ ഉള്ളിലെ കാഴ്ചകളെന്ന് പറയണത്. നിങ്ങൾക്കറിയാലോ, ടോറസ് ആണ്, 12 വീലാണ്. അതുകൊണ്ട് തന്നെ ബെർത്തുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇതാണ് ഉള്ളിലെ കാഴ്ചകൾ. നമ്മൾ ഇവിടെ എല്ലാം കുറേ സെറ്റപ്പ് മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നാളായതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങളിലോട്ട് ചെയ്യാൻ വേണ്ടി, പുതിയ അപ്ഡേറ്റ് ആവാൻ വേണ്ടി തന്നെ അതെല്ലാം മാറ്റിയിട്ട് ഉടനെ തന്നെ വെറൈറ്റി കാര്യങ്ങളെല്ലാം ഇനി ചെയ്യും. ഇതാണ് നമ്മളെ ഭാരത് ബെൻസിന്റെ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ഒരു ക്ലാസിക് ലുക്കിലാണ് ഇവർ ചെയ്തേക്കണത്. ഈ കളറൊന്നും കണ്ടാൽ തന്നെ അറിയാം. കണ്ട വെറൈറ്റി കളറാണ് ഇത് കൊടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസിക് ലുക്കാണ് വണ്ടിക്ക്.
ഇത് നമ്മൾ ചെയ്തതാണ്. ഇത് ഷെഫീർ റാമിന്റെ കെയർ ഓഫിൽ പാലോട് ഒരു കടയിൽ ചെന്ന് ചെയ്തതാണ്. ഇതിന്റെ റേറ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 4000 രൂപ. ഇതുള്ളത് ഒരു ഡ്രൈവർമാരൊക്കെ ആയാലും ഒരു ഉപകാരമാണ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ലോഡെല്ലാം കൊണ്ടുപോകുമ്പോൾ തന്നെ സാധനങ്ങളെല്ലാം വെക്കാനും അവരെ കിടക്കാനെല്ലാം ഒരു ഉപകാരമുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മളെ ടോറസിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു വണ്ടി പ്രാന്തനാണെങ്കിൽ ഈ സ്റ്റിയറിംഗ് കണ്ടാൽ തന്നെ ഒന്ന് ഓട്ടിക്കാൻ തോന്നും. അങ്ങനത്തെ ഉള്ള സ്റ്റിയറിംഗ് ആണ് ഫാരൂഖൻസ് കൊടുത്തേക്കണേ. കാരണം നല്ല വലിയൊരു സ്റ്റിയറിംഗ് ആണ്. കാരണം ഈ വർക്കെല്ലാം നമ്മൾ ചെയ്തതാണ്. ഈ ഗ്രിപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സെറ്റ് ഇത് വരണമില്ല. ഇത് നമ്മൾ രണ്ടാമത് ചെയ്ത ഒരു സാധനമാണ്. കണ്ട ടോപ്പല്ല ഈ ഒരു രീതിയിലാണ് വന്നേക്കണേ. പിന്നെ ഇവിടെ ഒരു കർട്ടനും കാര്യങ്ങളെല്ലാം കൊണ്ട് കണ്ട് സെപ്പറേറ്റ് ആവാൻ വേണ്ടി കിടക്കണ ഇതിനെല്ലാം വേണ്ടി ഒരു കർട്ടനും കാര്യങ്ങളെല്ലാം ഇത് ഉള്ളതാണ്. പിന്നെ ഇതിൽ സബ്വൂഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു സബ്വൂഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റേറ്റും കാര്യങ്ങളും അതിപ്പോൾ എവിടെ വെച്ചേക്കണമെന്ന് അറിയാൻ വയ്യ. അത് നമ്മളെ ഷെഫീറ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചോദിക്കുക. ഇത് 6 ഗിയറാണ് വന്നേക്കണേ. നിങ്ങൾക്ക് അറിയാം ടോറസ് 6 ഗിയറാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മളെ ഷെഫീറ വന്നിട്ട് അതിനോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ മാമൻ്റെ കൂടെ തന്നെ ചോദിച്ച് മനസ്സിലാകാം. സുഹൃത്തുക്കളെ, നമ്മൾ മൊത്തം ക്ലാസ്സിൽ നമ്മൾ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ 2 സൈഡ് ഗ്ലാസ്സിലായാലും ബാക്കിലായാലും. പിന്നെ ഫ്രണ്ടിൽ അത്ര ഡാർക്ക് അല്ലെങ്കിലും കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പം നല്ല വിശാലമായിട്ടുള്ള ഗ്ലാസ്സാണ് നമ്മൾ ഫാരൂഖൻസ് ഇവിടെ തന്നേക്കണേ. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. കാണിച്ചിട്ട് സുഹൃത്തുക്കളെ, ഞാൻ മെയിൻ കാര്യം പറയാൻ വിട്ടുപോയി. വണ്ടി എ സിയാണ്. പവർ വിൻഡോയുടെ സ്വിച്ചാണ് ഇത്. ബാക്കിയുള്ള കാര്യങ്ങൾ എ സിയിലെ എല്ലാം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വിശാലമായിട്ട് ബർത്താണ് ഇത് തന്നേക്കണേ. കണ്ട നല്ല സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ സാധനം വെക്കാൻ വേണ്ടി നല്ലൊരു ഇത് തന്നിട്ടുണ്ട്. ഈ സീറ്റ് പൊക്കണം, കാണിച്ചു തരാം. ഭയങ്കര വെയിറ്റിനെ വേഗം പൊക്കി കാണിച്ചു. ഈ ബെർത്തിന് തന്നേക്കണ ഈ ഒരു കുഷ്യൻ പൊക്കിയാൽ തന്നെ ഇതിന്റെ അടിയിൽ വലിയൊരു സ്പേസ് തന്നിട്ടുണ്ട് നമുക്ക് സാധനം എല്ലാം വെക്കാൻ വേണ്ടി. അത് നല്ലൊരു സംഭവമാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായാലും ജാക്കി ആയാലും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാൻ പറ്റും. നല്ല ക്ലീൻ ആയിട്ടാണ് എപ്പോഴും വണ്ടിയിലാകെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. എപ്പോഴും നല്ല ക്ലീനാണ്. അത് നമ്മൾ ഷെഫീർ റഹ്മാനാണ് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണം. നല്ല ഫ്രണ്ട് ഗ്ലാസ്സിൽ ഓവറായിട്ടുള്ള കൂളിംഗ് അല്ലെങ്കിലും കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയുടെ അകത്തോട്ട് ഒരുപാട് ഹീറ്റ് അബ്സോർവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് കൂളിംഗ് ഒട്ടിച്ചേക്കണം. അടുത്ത ഇത്രയുള്ള വണ്ടിയുടെ ഉള്ളിലെ കാഴ്ചകൾ. ഇനി ഒരുപാട് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ ഷെഫീർ റഹ്മാൻ വന്നാൽ ഇതിൻ്റെ ഒരുപാട് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നേക്കണം. ബാക്കി ഇനി ഷെഫീർ റഹ്മാൻ വന്നിട്ട് മാമൻ്റെ കൂടെ ഒന്ന് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മാമൻ തന്നെ പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായി കാണും. ഇത്ര നാളും കൊണ്ട് നമ്മൾ ഈ യാർഡിലെ ഓട്ടം മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. വെളി ഓട്ടത്തിന് ഇതുവരെ ഇത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ വൃത്തിയും കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ട് കാണും. ഇന്ന് ലോഡ് പോണതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തടിയിലെ കമ്പോളം അവിടെ ഉള്ളതെന്നല്ല, ഏറ്റവും കൂടുതൽ പോണത് അവിടെയാണ്. നമ്മളെല്ലാ വണ്ടിയും പെരുമ്പാവൂർ തന്നെ കൊണ്ടുപോകണം. നോർമൽ ഡയറക്റ്റ് ഇതിപ്പോൾ നമ്മൾ യാർഡിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പാരിപ്പള്ളിയാണ്. പാരിപ്പള്ളിയിൽ നിന്ന് നേരെ ഡയറക്റ്റ് പെരുമ്പാവൂർ പോയിട്ട് അവിടെ നമുക്കൊരു ബ്രോക്കറുണ്ട് തടിയെല്ലാം കച്ചവടമാക്കി തരണ. പേര് രാജൻ ബ്രോക്കറാണ് നമുക്ക് എല്ലാ വണ്ടിയിലെ തടിയിലെ കച്ചവടമാക്കി തരണ. ഇപ്പം നമ്മൾ അവിടെ പോയാൽ പിന്നെ റിട്ടേൺ ലോഡ് ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരുള്ളൂ. അല്ലാതെ നമ്മൾ വെളിയിൽ പോയി ഇതുവരെ ഈ വണ്ടിയിൽ തടി കയറ്റിയിട്ടില്ല. അതിനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ യാർഡിൽ തടി തന്നെ കയറ്റിക്കൊണ്ട് പോകണം. ഇന്ന് ലോഡെന്ന് പറയുമ്പോൾ ഇപ്പം പകുതിയായി. ഇപ്പം ഒരു 6 മണിയോടെ കെട്ടാവും. അപ്പം ആ സമയമാകുമ്പോഴേ നമ്മളെ ഡ്രൈവർ ഷെഫീർ റഹ്മാൻ വരുവുള്ളൂ. ആ സമയമാകുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ മാമൻ്റെ കൂടെ ചോദിക്കാം. ഇപ്പം നമുക്ക് ബേക്കിൽ ലോഡ് അടയ്ക്കണം. അപ്പം അങ്ങോട്ട് പോവാം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ഈ വർക്ക് ഇങ്ങനത്തുള്ള ഈ സ്റ്റിക്കറെല്ലാം ചെയ്തേക്കണം നമ്മൾ ഡ്രൈവർ ഷെഫീർ റഹ്മാനാണ്. കാരണം ഡിസ്കിലെല്ലാം കുറേ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റോസും വെള്ളയും തീം പറഞ്ഞ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യമെല്ലാം പറഞ്ഞാൽ ഈ ഡിസൈനെല്ലാം കാര്യങ്ങളെല്ലാം ഷെഫീർ റഹ്മാനാണ് ചെയ്തേക്കണേ. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളെ ഇഷ്ടത്തിലും അച്ഛൻ്റെ ഇഷ്ടത്തിലെല്ലാം ചെയ്തത് ഷെഫീർ റഹ്മാനാണ്. പെരുമ്പാവൂരിൽ നിന്ന് പോയാണ് ചെയ്തേക്കണേ. ഇതെല്ലാം പെരുമ്പാവൂർ ആണ് ചെയ്തേക്കണേ. ഇപ്പം തടി കയറ്റിയാണ് കണ്ട ഇറ്റാച്ചിയിലാണ് കയറ്റണത്. ഇപ്പം ലോഡ് പാതിയായിട്ടുണ്ട്. വൈകിട്ടോടെ കയറിടും.
അപ്പൊ ഇതില് ലോഡ് പാതിയാവാറായി. ഇറ്റാച്ചിയിലാണ് ലോഡ് കയറ്റണം. ഇറ്റാച്ചിയുടെ അടുത്തൊരു ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്തതിൽ ചെയ്യണേണ്. ഇറ്റാച്ചിയിലാണ് നമ്മളെ മിക്കുള്ള വണ്ടിയിലും ഇറ്റാച്ചിയിലാണ് തടി കയറ്റണം. അടുത്ത കാര്യങ്ങൾ ഇത്ര ഉള്ളു. ഇതിനെ കുറിച്ച് ബാക്കിയുള്ള ഇതിനെ വിശദീകരിച്ചത് ഷെഫീർ ഖാൻ വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അതിനുള്ള ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം ഈ വണ്ടിയെ കുറിച്ച് ഇത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ കാണാം. ഇറ്റാച്ചിയെ കുറിച്ച് ലോങ് വീഡിയോ അടുത്തതിൽ എടുക്കണേണ്. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഷെഫീർ അമ്മനുണ്ടല്ലോ ഡ്രൈവർ, അമ്മാമ ഇപ്പം സമയം 4:30 ആ മാമന് ഇപ്പോഴാണ് കോൾ ചെയ്ത്. ഇപ്പം എന്തിനാണ് ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇന്ന് ലീവ് എടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ കുറച്ച് ഞാൻ പറഞ്ഞു എനിക്ക് അറിയണ കാര്യങ്ങളെ വണ്ടിയെ കുറിച്ച് പറഞ്ഞോളൂ. ബാക്കി ആ ഷെഫീർ അമ്മ വന്നിട്ട് പറയാന്നല്ലേ പറഞ്ഞ. അതുകൊണ്ട് തന്നെ ഇപ്പം ആ സാഹചര്യം അനുസരിച്ച് അതൊന്നും പറ്റൂല. ഇനിയിപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഇനി കുറച്ചുകൂടെ അപ്ഡേറ്റുകളുണ്ട്, കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ. ആ സമയത്ത് ഇനി ഇതിന്റെ വീഡിയോ ഒന്നുകൂടെ എടുക്കും. ഒന്നില്ലെന്നല്ല ഇനി പല വീഡിയോസ് ഇതിനെ കാണാൻ പറ്റും. അപ്പനാ മാമനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം, മാമൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. അപ്പം ഇതിന്റെ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ കിളി ഇവിടെ ഉണ്ട്, കിളിയിലൂടെ ചോദിക്കാം. വാ. ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടനെ കുറിച്ച് കാര്യങ്ങൾ ചേട്ടൻ്റെ കൂടെ തന്നെ ചോദിക്കാം. ചേട്ടന്റെ പേരും കാര്യങ്ങളും? പേര് സാലു, സ്ഥലം പത്തനംതിട്ടയാണ്. അതെ. നമ്മളെ വണ്ടിയിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളെ? ഇപ്പോൾ വന്നിട്ട് 1 മാസത്തിനടുപ്പിച്ചാവാറായി. വണ്ടിയും കാര്യങ്ങളെല്ലാം എങ്ങനെ? വണ്ടി സെറ്റാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു വണ്ടി എനിക്ക് കിട്ടിയത്. മലയാളിയെ കുറിച്ച് എന്തിനാണ് പറയാൻ? മലയാളി എന്ത് നല്ല സ്നേഹമുള്ളൊരു മനുഷ്യൻ, എന്ത് കാര്യത്തിനും കൂടെ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കും. വണ്ടിയെല്ലാം നല്ല പക്കയല്ലേ, ഡിസൈന് സൂപ്പർ. ഇങ്ങനത്തുള്ള വണ്ടി മുമ്പ് കണ്ടിട്ടുണ്ട് ഈ ഡിസൈൻ വർക്ക്? ഇല്ല, വേറെ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ യൂട്യൂബിലാണ് കാണുന്നത്. അന്ന് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു ഈ വണ്ടിയോട്. കാരണം കൂടെ ഈ വണ്ടിയിൽ തന്നെ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ദൈവം സഹായിച്ച് അത് തന്നെ എനിക്ക് കിട്ടി. അപ്പം വണ്ടിയെ കുറിച്ച് എല്ലാവരെയും മനസ്സിലായല്ലേ? ഓക്കെ. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. മഴവിലിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. എല്ലാവർക്കും മഴവിലിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ ഒരു വൈറ്റ് ആർട്ട് ഇടണം. അപ്പം ഈ വീഡിയോ ഇന്ന് അച്ചുകൊണ്ട് ചെയ്ത അടുത്ത വണ്ടിയിലെ വീഡിയോ ആയിട്ട് ഞാനാണ് വരാൻ പോണത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ സ്നേഹ പ്രോസ് ഇനിയും വരെ. അതുവരേക്ക് ബൈ.